എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെയൊക്കെ ചുറ്റും ഇപ്പോൾ നിശബ്ദമായിട്ടുള്ളൊരു മാറ്റം നടക്കുന്നുണ്ട്. ലോകസമ്പത്തിൻ്റെ ഒരു പുതിയ ഭൂപടം വരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എണ്ണപ്പാടങ്ങളും വലിയ ഫാക്ടറികളുമായിരുന്നു സമ്പത്ത് തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ കളി മാറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ആണ്. ഇപ്പോഴത്തെ ചോദ്യം AI ലോകം മാറ്റുമോ എന്നതല്ല, അതൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞല്ലേ. യഥാർത്ഥ ചോദ്യം ഇതാണ്: AI സൃഷ്ടിക്കുന്ന ഈ ഭാവി ആര് ഭരിക്കുമെന്നുള്ളതാണ്. ചരിത്രം നോക്കിയാൽ ഓരോ സാങ്കേതിക വിപ്ലവത്തിലും രണ്ട് കൂട്ടരുണ്ടായിരുന്നു. ആ ടെക്നോളജി വെറുതെ ഉപയോഗിച്ചവരും അതുണ്ടാക്കിയ കമ്പനികളുടെ ഉടമയായവരും. ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മളത് വെറുതെ ഉപയോഗിച്ചല്ല, പക്ഷേ യഥാർത്ഥ ലാഭം ഉണ്ടാക്കിയതാരാണ്? ഗൂഗിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളാണ്. ഇപ്പോൾ നമ്മൾ AI യുഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മത്സരമൊന്നുമല്ല. ഇന്ത്യ ഇപ്പോഴും വലിയ സാധ്യതകളുള്ള രാജ്യം തന്നെയാണല്ലോ. നമുക്കറിയാം, ഒരുപാട് ടെക്നോളജിയിൽ നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ ദൗത്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ AI വിപ്ലവത്തിന് പിന്നിലെ ഭൂരിഭാഗം കമ്പനികളും അമേരിക്കയിലാണുള്ളത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഗൂഗിളും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ജീവിക്കുന്നത് അമേരിക്കൻ ടെക്നോളജിക്കുള്ളിലാണ്. നമ്മൾ അവരുടെ ഉപഭോക്താക്കൾ മാത്രമാണ്, ഉടമകളല്ല. ഈ ചിന്തയാണ് ഇപ്പോൾ ഇന്ത്യൻ നിക്ഷേപകരെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ചരിത്രത്തിൽ പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോൾ സമ്പത്ത് മുഴുവൻ ആ മാറ്റത്തിന് പിന്നിൽ നിൽക്കുന്നവരിലേക്ക് ഒഴുകും. വ്യവസായ വിപ്ലവം വന്നപ്പോൾ ഫാക്ടറി ഉടമകളും റെയിൽവേ കമ്പനിക്കാരും ഒക്കെ പണക്കാരായല്ലേ. എണ്ണയുടെ യുഗം വന്നപ്പോൾ പണം മുഴുവൻ എനർജി കമ്പനികളിലേക്കാണ് എത്തിയത്. ഇനി 90കളിൽ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഗൂഗിളും ആമസോണും ആപ്പിളും ഒക്കെ വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ പണിതുയർത്തി. സ്മാർട്ട് ഫോണുകൾ വന്നപ്പോഴും ഇതേ മാറ്റം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ AI വന്നിരിക്കുകയാണ്. AI ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സോഫ്റ്റ്വെയർ, ആരോഗ്യം, ഫിനാൻസ്, സിനിമ തുടങ്ങിയ എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. സാധാരണക്കാർ AIയെ വെറും ഒരു ചാറ്റ് ബോട്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥ മത്സരം നടക്കുന്നത് ഇതിനിടയിലാണ്. വലിയ കമ്പ്യൂട്ടിംഗ് പവർ, സെമി കണ്ടക്ടറുകൾ, ഡാറ്റാ സെൻറ്റേഴ്സ് എന്നിവയിലൊക്കെ. ഇൻ്റർനെറ്റ് വിപ്ലവകാലത്ത് ആമസോണും ഗൂഗിളും ഒക്കെ താൽക്കാലിക ട്രെൻഡ് മാത്രമാണെന്ന് കരുതിയവർക്ക് തെറ്റി. അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ മാത്രമുള്ളൊരു ബൂം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതൊക്കെ തകരുമെന്നുള്ളതാണല്ലേ. പക്ഷേ എന്താണ് ചരിത്രം കാണിച്ചത്? ഇന്നവർ ലോകം ഭരിക്കുകയാണ്. ടെക്നോളജിയിലെ അധികായന്മാരാണല്ലേ. അതുപോലെ തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ലോകം പെട്ടെന്ന് AIക്ക് പിന്നാലെ ഓടാൻ കാരണമായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, NVIDIA. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗെയിം കളിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് അറിയത്തില്ലാത്തതാണെങ്കിൽ കൂടിയിട്ട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അല്ലേ. എന്നാൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഗ്രാഫിക്സ് ചിപ്പുകൾ AI സിസ്റ്റങ്ങളെ ട്രെയിൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് ഗവേഷകർ കണ്ടെത്തി. അതോടെ NVIDIAയുടെ ജാതകം തന്നെ മാറി. ChatGPT ഹിറ്റായതോടെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, ആമസോൺ തുടങ്ങിയ എല്ലാവർക്കും ഈ NVIDIAയുടെ ചിപ്പുകൾ വേണമെന്നായി. ഇതിനെ നമുക്ക് AI ഗോൾഡ് റഷ് എന്ന് വിളിക്കാമല്ലേ. സ്വർണം തിരിഞ്ഞു പോകുന്ന കാലത്ത് ലാഭം ഉണ്ടാക്കുന്നത് സ്വർണം തപ്പുന്നവരല്ല, മറിച്ച് അവർക്ക് മൺവെട്ടി ഉപകരണങ്ങൾ വിൽക്കുന്നവരാണ്. AI യുഗത്തിലെ ആ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് NVIDIA. അവരുടെ വാല്യുവേഷൻ $3 ട്രില്യൺ കടന്ന് മുന്നോട്ട് പോയി. AI എന്നത് വെറും ഒരു സോഫ്റ്റ്വെയർ അല്ല, അതിന് പിന്നിൽ വലിയ ഡാറ്റാ സെൻറ്റേഴ്സും അത്യാധുനിക ചിപ്പുകളും ഒക്കെ അടങ്ങുന്ന വളരെ വലിയൊരു ഭൗതിക ഘടന, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ആവശ്യമാണ്. ഇന്ന് മൈക്രോസോഫ്റ്റും ഗൂഗിളും ആമസോണും ഒക്കെ കോടിക്കണക്കിന് ഡോളറാണ് ഇതിനായിട്ട് ചിലവാക്കുന്നത്. ഈ കമ്പനികളെല്ലാം കിടക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിലാണ് താനും. എന്തുകൊണ്ടാണ് ഈ ടെക്നോളജി പവർ മുഴുവൻ അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്നത്? ഇതിന് പിന്നിൽ പതിറ്റാണ്ടുകൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത സിലിക്കൺ വാലി, വെഞ്ചർ ക്യാപിറ്റൽ, വലിയ റിസർച്ച് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ ഒരു മൊത്തത്തിലുള്ള ഒരു എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം അവിടെയുണ്ട്. ഒരു മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് കോടികൾ ഇറക്കാൻ തക്ക വലിപ്പമുള്ള കമ്പനികളും അവിടെയുണ്ട്. ഉദാഹരണത്തിന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ AI മുഴുവൻ പ്രവർത്തിക്കുന്നത് ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നിവരുടെ ക്ലൗഡ് സെന്ററുകളിലാണ്. ഈ മാർക്കറ്റ് ഭരിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. അടുത്തത് സെമി കണ്ടക്ടറുകളാണ്. ഭാവിയിൽ ഈ ചിപ്പുകൾ നിയന്ത്രിക്കുന്നവർ ലോക സാമ്പത്തിക രംഗത്തെ ആയിരിക്കും നിയന്ത്രിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ പ്രതിഭകളില്ല എന്നല്ല ഇതിനർത്ഥം. ലോകത്തിലെ വലിയ ടെക് കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യൻ എഞ്ചിനീയർമാരുണ്ട്. പക്ഷേ പ്രതിഭയുള്ളതും ആഗോളതലത്തിൽ വലിയ AI ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ സ്വന്തമായിട്ടുള്ളതും രണ്ടും രണ്ട് കാര്യമാണ്. അമേരിക്കൻ മാർക്കറ്റായ S&P 500 നോക്കിയാൽ അതിൽ ഭൂരിഭാഗം ടെക്നോളജി ഭീമന്മാരാണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയാൽ ബാങ്കിങ്, ടെലികോം, എനർജി എന്നിവയ്ക്കാണ് മുൻഗണനയുള്ളത്. ഇന്ത്യ ആഭ്യന്തര വളർച്ചയുടെ കഥ പറയുമ്പോൾ അമേരിക്ക ആഗോള ടെക്നോളജിയുടെ കഥയാണ് പറയുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നിക്ഷേപകരുടെ ചിന്താഗതിയിലും വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് പണം നിക്ഷേപിക്കാൻ ചില സ്ഥിരം വഴികൾ മാത്രമേ ഉള്ളല്ലേ. അതായത് ഭൂമി, സ്വർണം, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളും ഇന്ത്യൻ ഷെയറുകളും. ഇന്ത്യ അത്രയധികം വളർന്നതുകൊണ്ട് അത് ശരിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇൻ്റർനെറ്റ് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലുള്ള ഒരു കമ്പനിക്ക് കേരളത്തിലോ മുംബൈയിലോ ഉള്ള ഒരാളുടെ ദൈനംദിന ജീവിതത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഗൂഗിളും ആപ്പിളും ആമസോണും നെറ്റ്ഫ്ലിക്സും മൈക്രോസോഫ്റ്റും ഒക്കെ ദിവസം ഉപയോഗിക്കുന്നല്ലേ. അവർ നമ്മുടെ ഡാറ്റയിലൂടെയും പണത്തിലൂടെയും ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഏത് രാജ്യമാണ് മികച്ചത് എന്ന ചോദ്യത്തിന് പകരം എവിടെയാണ് ഭാവിയിലെ മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നവർ ചോദിക്കാൻ ആരംഭിച്ചു. ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രായോഗികമായ ചോദ്യം വളരെ വ്യക്തമാണ്. ഒരു ഇന്ത്യൻ നിക്ഷേപകന് ഈ ആഗോള AI ഭീമന്മാരുടെ വളർച്ചയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലിരുന്നു കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ നിക്ഷേപം നടത്താം? കാരണം AIയുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നിയമപരമായിട്ടും
പ്രായോഗികമായിട്ടും അതിലേക്ക് പ്രവേശനം നേടുക എന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വെല്ലുവിളിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല ധനികരായ ഇന്ത്യക്കാരും തങ്ങളുടെ നിക്ഷേപ തന്ത്രങ്ങൾ നിശബ്ദമായിട്ട് മാറ്റിയത് കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിലാണ്. മുൻപ് ഭൂരിഭാഗം ഇന്ത്യക്കാരും റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ചില മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ആയിട്ട് തങ്ങളുടെ നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യക്കുള്ളിൽ മാത്രമാണ് ഒതുക്കിയിരുന്നത്. എന്നാൽ ഇന്ന് പല നിക്ഷേപകരും പതുക്കെ ഒരു പ്രധാന കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ മാത്രമല്ല കെട്ടിപ്പടുക്കുന്നത്, അത് പ്രധാനമായിട്ടും നിർമ്മിക്കപ്പെടുന്നത് അമേരിക്കക്കുള്ളിലാണ്. നമ്മൾ ദിവസവും ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും പണമിടപാടുകളിലൂടെയും ഡാറ്റയിലൂടെയും ഒക്കെ ഈ കമ്പനികൾ ദിവസം കോടാനുകോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ കമ്പനികൾ നമ്മളിൽ നിന്ന് ദിവസവും വരുമാനം കൊയ്യുമ്പോൾ ഭൂരിഭാഗം ഇന്ത്യക്കാരും അവരുടെ ദീർഘകാല വളർച്ചയിൽ നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കുന്നില്ല. പല നിക്ഷേപകരും ഇപ്പോൾ US ഓഹരികളിലേക്ക് നോക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നിതാണ്. ഇവിടുത്തെ ആകർഷണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 30,000% റിട്ടേൺ നൽകിയ എൻവിഡിയ എന്നൊരൊറ്റ ഓഹരി മാത്രമല്ല, മറിച്ച് അതിന് ചുറ്റുമുള്ള ആകെ AI ആവാസ വ്യവസ്ഥയാണ്. ആഗോള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഭരിക്കുന്ന സെമി കണ്ടക്ടേഴ്സ്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, AI മോഡലുകൾ, ഹൈപ്പർ സ്കെയിലറുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, സോഫ്റ്റ്വെയർ കുത്തകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിങ്ങൾ അമേരിക്കൻ വിപണിയെ മൊത്തമായിട്ട് വിലയിരുത്തിയാൽ ഈ പറഞ്ഞ AI വിപ്ലവം കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം S&P 500 എന്ന സൂചിക ഏതാണ്ട് 30% റിട്ടേൺ നൽകിയപ്പോൾ ഇന്ത്യൻ നിഫ്റ്റി ഉണ്ടല്ലോ, നമ്മുടെ നിഫ്റ്റി 50 ഉണ്ടല്ലോ, അത് നൽകിയത് ഏതാണ്ട് ടോട്ടൽ 0% മാത്രമാണ്. ഇതിനു പുറമെ രൂപയ്ക്കെതിരെ ഡോളറിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് വഴി ഓരോ വർഷവും അധികമായിട്ട് ഏതാണ്ട് 8-10% റിട്ടേൺസ് വേറെയും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് US ഓഹരികൾ നിക്ഷേപിക്കുന്നത് വളരെ സങ്കീർണമോ റിസ്ക് ഉള്ളതോ നിയമവിരുദ്ധമോ അല്ലെങ്കിൽ വലിയ പണക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതോ ആയ ഒന്നാണെന്ന് ഇപ്പോഴും പലരും കരുതുന്നുണ്ടല്ലേ. ഒരു വലിയ കാലയളവിൽ ആ ചിന്താഗതി നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി വഴി പ്രവർത്തിക്കുന്ന GAP ലൈസൻസ് ഉള്ള ബ്രോക്കറായിട്ടുള്ള IND മണി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ പ്രക്രിയ വളരെയേറെ ലളിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സ്വന്തം അതോറിറ്റി ആയിട്ടുള്ള IFSCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ KYC പൂർത്തിയാക്കുന്നത് ഇന്ത്യയിലാണ്. നിങ്ങളുടെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. വിദേശാസ്തികളിൽ നിക്ഷേപിക്കുമ്പോൾ പോലും നിങ്ങളുടെ പണം ഇന്ത്യയുടെ നിയന്ത്രണ പരിധിക്കുള്ളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പല നിക്ഷേപകർക്കും തങ്ങളുടെ മടി മാറ്റിവെച്ച് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പിതാണ്. IND മണിയിലൂടെ ഇന്ത്യൻ നിക്ഷേപകർക്ക് എൻവിഡിയ, ആപ്പിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ടെസ്ല തുടങ്ങിയ ആഗോള കമ്പനികളിലേക്ക് ഇന്ത്യയിലിരുന്ന് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നു. ഇന്ത്യൻ നിക്ഷേപകർക്ക് ഈ നിക്ഷേപം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഫീച്ചറാണ് ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ്. സാധാരണയായി പല US ഓഹരികളുടെയും ഒരൊറ്റ ഷെയറിന്റെ വില 10,000 കണക്കിന് രൂപ വരുമെന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് വലിയ തുക വേണമെന്നുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗിലൂടെ നിങ്ങൾക്ക് ഒരൊറ്റ ഓഹരി പൂർണ്ണമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. വെറും 100 രൂപ പോലുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ച് പോലും ഈ ആഗോള കമ്പനികളുടെ ഒരു ചെറിയ ഭാഗം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ തുക സമാഹരിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കാതെ തന്നെ തുടക്കത്തിൽ തന്നെ നിക്ഷേപത്തിന്റെ ഭാഗമാകാൻ ഇത് നിങ്ങളെ സഹായിക്കും. മറ്റൊരു ഉപയോഗപ്രദമായ ഫീച്ചറാണ് US ഓഹരികളിലും ETFകളിലും വെറും 500 രൂപ മുതൽ ആരംഭിക്കാൻ കഴിയുന്ന SIP നിക്ഷേപ രീതി. ഭൂരിഭാഗം റീറ്റെയിൽ നിക്ഷേപകരും മാർക്കറ്റിംഗ് ടൈമിനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. ഒന്നെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാൻ അവർ ഒരുപാട് കാത്തിരിക്കും, അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ പാനിക് ആകും. അതുമല്ലെങ്കിൽ മാർക്കറ്റ് ഉയരുമ്പോൾ വൈകാരികമായിട്ട് വലിയ തുക നിക്ഷേപിക്കുമല്ലേ. പെർഫെക്റ്റ് ടൈമിങ്ങിനെ ആശ്രയിക്കാതെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിക്ഷേപം വിഭജിച്ച് നൽകുന്നതിലൂടെ കൂടുതൽ അച്ചടക്കമുള്ള ഒരു നിക്ഷേപ ശൈലി ഉണ്ടാക്കാൻ SIP രീതി സഹായിക്കും. ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നിക്ഷേപകർക്ക് സാധാരണയായി ഉണ്ടാകുന്ന വലിയൊരു കൺഫ്യൂഷനാണ് ഇതിന്റെ നികുതി കാര്യങ്ങൾ അഥവാ ടാക്സേഷൻ എന്നുള്ളത്. IND മണി ആപ്പിനുള്ളിൽ തന്നെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും സപ്പോർട്ട് ടൂളുകളും ലഭ്യമാണ്. ഇത് വിദേശ ഓഹരികളിലെ നിക്ഷേപങ്ങളുടെ റിപ്പോർട്ടിങ്ങും ടാക്സ് ഫയലിംഗും ലളിതമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിന്റെ ഓൺബോർഡിംഗ് പ്രക്രിയയും വളരെ സുഗമമാണ് കേട്ടോ. KYC വെരിഫിക്കേഷനും അക്കൗണ്ട് സെറ്റപ്പും ഒക്കെ തന്നെ ആപ്പ് ഇന്റർഫേസിലൂടെ പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കും. കൂടാതെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആഗോള വൈവിധ്യവൽക്കരണവും AI എക്സ്പോഷറും ഡോളർ അസറ്റുകളും ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇന്ത്യൻ മൂലധനത്തെ ആഗോള വിപണിയായി ബന്ധിപ്പിക്കുന്ന ഒരു മികച്ച പാലമായിട്ട്, ഒരു ബ്രിഡ്ജായിട്ട് IND മണി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും IND മണി ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സംസാരിക്കേണ്ട പ്രധാന കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുകൊണ്ട് AI സാധ്യതകൾ കുറവാണെന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് കമ്പനികളുടെ തലപ്പത്തുള്ള ആരാണ്? നമ്മൾ ഇന്ത്യക്കാരാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ലിസ്റ്റഡ് AI കമ്പനികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നിഫ്റ്റി 50 സൂചിക നോക്കിയാൽ അതിൻ്റെ അകത്ത് ബാങ്കുകൾ, ടെലികോം കമ്പനികൾ, പിന്നെ എനർജി കമ്പനികൾ ഇവരൊക്കെയാണ് മുമ്പിലുള്ളതല്ലേ. ഇവയെല്ലാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ഇവർ AI വിപ്ലവത്തിന്റെ തലപ്പത്തുള്ളവരല്ല. പക്ഷേ അമേരിക്കയിലെ S&P 500 നോക്കിയാൽ അതിൽ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, എൻവിഡിയ, ആമസോൺ, മെറ്റ എന്നിവരൊക്കെയാണ് താരം. അവരാണ് വലിയ തരംഗം സൃഷ്ടിക്കുന്നതല്ലേ. ഇവർ ക്ലൗഡ് ഭീമന്മാരും ഡാറ്റാ സെന്റർ ഇക്കോസിസ്റ്റങ്ങളുമാണ്. ഇന്ത്യയും ഇപ്പോൾ സെമി കണ്ടക്ടർ മിഷനുകളിലൂടെ വലിയ രീതിയിൽ ചിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾക്ക് സമയമെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക പതിറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമാണത്. അതുകൊണ്ട് തന്നെ ഈ 2
രണ്ട് മാർക്കറ്റുകളും രണ്ട് തരത്തിലുള്ള അവസരങ്ങളാണ് നൽകുന്നതെന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ നമുക്ക് ആഭ്യന്തര വിപണിയുടെ വളർച്ച തരുമ്പോൾ US മാർക്കറ്റ് നമുക്ക് ആഗോള ടെക്നോളജിയുടെ വളർച്ചയാണ് തരുന്നത്. ഈ കഥയിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു ഘടകമാണ് കറൻസി അഥവാ പണത്തിന്റെ മൂല്യം എന്നുള്ളത്. വികസ്വര രാജ്യങ്ങളിലെ കറൻസികൾ ശക്തമായ ആഗോള കറൻസികൾക്കെതിരെ കാലക്രമേണ ചെറുതായി മൂല്യം ഇടിയാറുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ 10-15 കൊല്ലം മുമ്പ് ഒരു US ഡോളർ എന്നുള്ളത് 45 അല്ലെങ്കിൽ 50 രൂപയായിരുന്നു. ഇന്ന് ഡോളറിന്റെ മൂല്യം അതിന്റെ ഇരട്ടിയോളമായിട്ട് അടുത്ത് നിൽക്കുന്നു. പക്ഷേ നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് വലിയൊരു ഘടകമാണ്. ഉദാഹരണത്തിന് ഡോളറിന് 70 രൂപ വിലയുള്ളപ്പോൾ നിങ്ങൾ $10,000 ഒരു അസറ്റ് വാങ്ങിയെന്ന് കരുതുക. പിന്നീട് ഡോളർ 95 രൂപയിലേക്ക് എത്തുമ്പോൾ ആ അസറ്റ് വളർന്നില്ലെങ്കിൽ പോലും അതിന്റെ മൂല്യം 9.5 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആഗോള ഇൻവെസ്റ്റർമാർ ഡോളർ അസറ്റുകളെ ഒരു പർച്ചേസിംഗ് പവർ പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടിയിട്ടാണ് കാണുന്നത്. US മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ടെക്നോളജി എക്സ്പോഷറും കറൻസി ഡൈവേഴ്സിഫിക്കേഷനും ഒരുമിച്ച് ലഭിക്കുന്നു. നമുക്ക് നിഫ്റ്റി 50യും S&P 500 തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. ഇതിൽ ഏത് മാർക്കറ്റാണ് മികച്ചത് എന്നൊരു തെറ്റായ ചോദ്യമാണ്. കാരണം നിഫ്റ്റിയും S&P 500ഉം രണ്ട് തരത്തിലുള്ള സാമ്പത്തിക ഘടനകളാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയും റീറ്റെയിൽ കൺസപ്ഷനെയാണ് കാണിക്കുന്നത്. എന്നാൽ US മാർക്കറ്റിൽ ടെക് കമ്പനികൾക്കാണ് വലിയ വെയിറ്റേജ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് AI വിപ്ലവം US ടെക് കമ്പനികളുടെ മൂല്യം ആകാശത്തോളം എത്തിച്ചു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിനെ നയിച്ചത് ഇവിടെയുള്ള ബാങ്കിംഗ് വളർച്ചയും കൺസപ്ഷനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിന്നാൽ വലിയൊരു അവസരമായിരിക്കും നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രം നിക്ഷേപിച്ചാൽ ആഗോള AI വിപ്ലവത്തിന്റെ ലാഭം കിട്ടില്ല. മറിച്ച് അമേരിക്കയിൽ മാത്രം നിക്ഷേപിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര വളർച്ചാ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ നിങ്ങൾ മിസ് ചെയ്യും. ഇന്ത്യ യുവത്വമുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥയെ കാണിക്കുമ്പോൾ US ആഗോള ഡിജിറ്റൽ ഇക്കോസിസ്റ്റത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് രണ്ടിന്റെയും ബാലൻസ് ആണ് പ്രധാനം. എല്ലാ സാങ്കേതിക വിപ്ലവങ്ങളും വലിയ സമ്പത്തിനോടൊപ്പം വലിയ ഊഹക്കച്ചവടങ്ങളും അപകടങ്ങളും കൂടെ കൊണ്ടു നടക്കാറുണ്ട്. 90കളുടെ അവസാനം ഉണ്ടായിട്ടുള്ള .com ബബിൾ നമ്മൾ മറക്കരുത്. അന്ന് ലാഭമില്ലാത്ത ഇന്റർനെറ്റ് കമ്പനികൾ പോലും വലിയ വിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ മാർക്കറ്റ് തകരുകയാണ്. AI യുഗത്തിൽ ഇപ്പോഴുള്ള വാല്യുവേഷൻ കൂടുതലാണോ എന്ന ചോദ്യം, ഒരുപാട് കമ്പനികളുടെ മൂല്യം ഭയങ്കര കൂടുതലാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും ചില കമ്പനികൾ വളരെ ഉയർന്ന വാല്യുവേഷനിലാണുള്ളത്. പക്ഷേ പഴയ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ടെക് ഭീമന്മാർക്ക് വലിയ യഥാർത്ഥ വരുമാനമുണ്ട്. എങ്കിലും ഇതിൽ ചില റിസ്കുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് മത്സരമാണ്. NVIDIയക്കെതിരെ AMD, Intel കൂടാതെ ഗൂഗിൾ, ആമസോൺ ഒക്കെ സ്വന്തമായിട്ട് ചിപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് ഭൂരാഷ്ട്ര തന്ത്രമാണ്. US ചൈന തർക്കങ്ങളും ചിപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങളും ഒക്കെ മാർക്കറ്റിനെ ബാധിച്ചേക്കാമല്ലേ. നമ്മൾ പണ്ട് ഒരു ചിപ്പ് വാർ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുവാണെങ്കിൽ മനഃശാസ്ത്രമാണ്. മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രമേ പോകൂ എന്ന് കരുതിയിട്ട് ആ ഒരു റിസ്ക് നോക്കാതെ പണം ഇറക്കുന്നത് തീർച്ചയായിട്ടും അപകടമാണ്. ബുദ്ധിയുള്ള നിക്ഷേപകർ എപ്പോഴും ഇതിനിടയിലും ഒരു ബാലൻസ് സൂക്ഷിക്കും. യഥാർത്ഥ കഥ എന്തെന്നാൽ സമ്പത്തിന്റെ ഘടന മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ഇന്നത്തെ സാമ്പത്തിക ലോകം. ഇത് ഇന്ത്യ വേഴ്സസ് അമേരിക്ക എന്നല്ല. ഇന്ത്യ നമ്മളുടെ ആഭ്യന്തര വളർച്ചയുടെ വലിയൊരു എഞ്ചിനാണ്. അമേരിക്ക ആഗോള ടെക്നോളജിയുടെ ലീഡറാണ്. സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകർക്ക് ഈ രണ്ട് ലോകത്തിലും പങ്കാളിത്തം വേണം. പ്രാദേശികമായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നും ആഗോള ചിന്താഗതിയിലേക്കുള്ള ഒരു മാറ്റമാണിത്. ഇത് നേരത്തെ മനസ്സിലാക്കുന്നവർ ഭാവിയുടെ ഒരു വലിയ ഭാഗം സ്വന്തമാക്കും. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് US സ്റ്റോക്സിലും AI കമ്പനീസിലും ഒക്കെ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ IND മണി ആപ്പ് പരിശോധിക്കാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.